ആദ്യം ചിന്തിക്കേണ്ടത്. ഭസ്മത്തിന്റെ ക്വാളിറ്റി എന്താ? എല്ലാം കത്തിച്ച് അവശേഷിക്കുന്നതാണ് ഭസ്മം. ആ ഭസ്മത്തിനെ കത്തിക്കാൻ പറ്റുമോ? നോക്കിയില്ല. ഭസ്മത്തിന് പെട്രോൾ ഇട്ട് കത്തിച്ചോ? കത്തില്ല. കത്താൻ കെടാനെടുക്കുന്നതാണ് ഭസ്മം. അതുകൊണ്ട് എല്ലാം കത്തി അവശേഷിക്കുന്നതാണ് ഭസ്മമെങ്കിൽ ഈ ആത്മാവും അതുപോലെ തന്നെയാണ്. ഈ ശരീരം നശിച്ചാലും അവശേഷിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവിന് നാശമില്ല. കുടം നശിച്ചാലും കുടത്തിന്റെ ഉള്ളിലുള്ളതായ സ്പേസ് ആകാശം നശിക്കുന്നില്ല എന്നതുപോലെ അതുപോലെ ഘടാകാശം എന്ന് പറയാം. ഘടാകാശം, ഘടം കുടം പൊട്ടിക്കാം. ആ കുടത്തിനുള്ള സ്പേസ് എവിടെ പോവും? ആകാശം എവിടെ പോവും? അതവിടെ നിലനിൽക്കുന്നു. അതുപോലെ ഈ ശരീരം നശിക്കുമ്പോഴും ആത്മാവ് അവിടെ നശിക്കുന്നില്ല എന്ന തത്വമാണ് ഭസ്മം തൊടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഭസ്മം തൊടുമ്പോൾ എന്താ പ്രഖ്യാപനം? രണ്ട് പ്രഖ്യാപനം. ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെന്ത് പറയണം? ഞാൻ ആത്മജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നു. പഠിച്ചു കഴിഞ്ഞവരെന്ത് പറയും? ഞാൻ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഭസ്മം. അപ്പൊ സന്യാസി ഭസ്മം തൊടുന്നത് നിർബന്ധമായി. ആർക്കും നിങ്ങൾ പൂജാരിമാർക്ക് ബ്രാഹ്മണർക്ക് പൂജയ്ക്കാണ് കുളിച്ചു വന്ന ഭസ്മം തൊട്ട് ചന്ദനം തൊട്ട് കാരണമെങ്കിൽ ചന്ദനം പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തൊണ്ടോ. പക്ഷെ പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഭസ്മം തൊടും. സംഘപോരങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിന്റെ മാനസപൂജന സമയത്ത് ചന്ദ്രക്കെടുത്ത് തൊണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നമശിവായ മന്ത്രം വളരെ പ്രധാനമാണ്. ഈ നമശിവായ എത്ര 5 അക്ഷരങ്ങൾ. ന മ ശി വ യ. നമ്മുടെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? പഞ്ചഭൂതം. സംശയമില്ലല്ലോ അല്ലെ? പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാ. അപ്പൊ ശരീരത്തിൽ എത്ര സാധനങ്ങളാ? 24 സാധനങ്ങൾ എന്നാണ് സംഖ്യയോഗം പറയാം. 24 സാധനങ്ങൾ ഏതൊക്കെയാ? പഞ്ചഭൂതങ്ങൾ 5. കപിലമുനി പഠിപ്പിച്ച സാഖ്യത്തിൽ നാരായണീയത്തിലെ 15-ാം ദശകം അതിന്റെ 2ാമത്തെ ശ്ലോകം പ്രകൃതി മഹദഹങ്കാരശ്ചമ. എന്താ? അറിവ്, മനസ്സമാധാനം കൈവരിക്കുക. ഇതാണ് മനുഷ്യന്റെ പണി. പക്ഷെ അസമാധാനം ഉണ്ടാക്കുക. അമ്പലത്തിൽ തൊഴാൻ വന്നിട്ട് പോലും അസമാധാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവൻ എന്താ കാര്യം? സപ്താഹത്തിന് പോയിരുന്നിട്ട് അവിടെ തന്നോടാൻ നിൽക്കുക. എനിക്ക് മുമ്പിലിരിക്കണം, എനിക്ക് പിമ്പിലിരിക്കണം, എനിക്ക് അവിടെ ആചാരം പറ്റുക. എന്തിനീകാരണം തന്നെ അടങ്ങിയിരിക്കുമ്പോ മനസ്സിന് സമാധാനപൂർണ്ണമാക്കൂ. മനസ്സിന് സമാധാനപൂർണ്ണമാക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ താരപ്പതി കണ്ട് നിന്നപ്പോൾ നമ്മുടെ മനസ്സെത്ര ജപിച്ചാൽ മതി. ചിലവർ ഞാൻ ദിവസം കാലത്ത് ജപിക്കും,